ഹല്ലേലൂയ. അതാണ് നമ്മുടെ ക്രിസ്തീയ സമൂഹത്തിന് അറിയാതെ പോയ ഒരു വലിയ രഹസ്യമാണ്. അതായത് ആത്മീയ ഗോളത്തിലേക്ക് കടക്കുവാൻ വേണ്ടിയുള്ള ഒരു വാതിലാണ് ഭാഷാപരം. ഹല്ലേലൂയ. നിങ്ങൾക്ക് കൂടെ കൂടെ അസുഖങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഷാപരത്തിൽ ശക്തമായിട്ട് ഒരു 15 മിനിറ്റ് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വരുന്ന സീസണിൽ വരുന്ന അസുഖങ്ങൾ വരുന്നില്ല. ഈ ചില രോഗികളെ കാണാമല്ലേ, അവർ സീസണൽ ബേസ്ഡ്. സീസൺ എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് മാത്രം പനി വരും, ശ്രദ്ധിച്ചിട്ടുണ്ടോ? വേനൽക്കാലത്ത് മാത്രം വേറൊരു തരം രോഗം വരും. അപ്പൊ അങ്ങനെ സീസൺ, ആ ഒരു കാലയളവിന് വേണ്ടി മാത്രം വരുന്ന ഒരു രോഗം, അങ്ങനെ വരുന്ന രോഗങ്ങളെ ഇതുപോലത്തെ ശക്തമായ ഭാഷാവരത്തിലൂടെയുള്ള പ്രാർത്ഥനയിലൂടെ അതിനെ ചെറുത്തു നിൽക്കാൻ പറ്റും. എല്ലാവരും ഹല്ലേലൂയ. നിത്യജീവൻ. ഓക്കെ, ഈ നിത്യജീവനിൽ വിശ്വസിക്കുന്നവരാണ് നിങ്ങളെല്ലാവരും. ഈ നിത്യജീവൻ ലഭിക്കുവാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നതിൻ്റെ ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടാൻ പറ്റില്ല, തരാൻ പറ്റില്ല. നിത്യജീവൻ പറയാൻ പറ്റുമോ? എന്തോ നിത്യജീവൻ കിട്ടുവാനുള്ള ഏറ്റവും വലിയ നമ്പർ 1 ക്വാളിഫിക്കേഷൻ അദ്ദേഹത്തിൽ വിശ്വസിക്കുക. ആർക്ക് പറയാൻ പറ്റുമോ? എറ്റേണൽ ലൈഫ്, നിത്യജീവൻ ലഭിക്കുവാൻ വേണ്ടി യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം എന്താ പറയുന്നത്? ഒന്ന് വായിക്കാമോ? 3-ാമത്തെ അധ്യായം യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം. എന്തെന്നാൽ അവൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആരൊക്കെ ഈ പുത്രനിൽ വിശ്വസിക്കുകയാണെങ്കിലും അവർക്ക് നിത്യ ജീവനുണ്ടാകും. ആദ്യത്തെ ക്വാളിഫിക്കേഷൻ യേശുവിനെ എറ്റേണൽ നമുക്ക് സ്വർഗത്തിൽ പോകാനുള്ള ആദ്യത്തെ നടപടി എന്താണ്? യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും നാഥനുമായി നാം സ്വീകരിക്കുക. യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും നാഥനുമായി സ്വീകരിക്കുകയാണ് the first qualification for the eternal life. നിത്യജീവന് വേണ്ടിയുള്ള ആദ്യത്തെ നടപടിയാണ് യേശുവിനെ സ്വീകരിക്കുകയാണ്. ഓക്കെ, ഈ കാണാതെ ഇരിക്കുന്ന യേശുവിനെ എങ്ങനെ നമ്മൾ സ്വീകരിക്കുന്നത്? നമ്മൾ കാണുന്നില്ലല്ലോ യേശുവിനെ. എന്താണ്? നമ്മുടെ ബുദ്ധി കൊണ്ടോ ഇന്റലക്ച്വൽ പവർ കൊണ്ടോ നമ്മുടെ വിജ്ഞാനം കൊണ്ടോ അവരെ കീഴടക്കാനാവില്ല. നമുക്ക് അവരെ കീഴടക്കണമെങ്കിൽ ഒരു ആയുധം വേണം. എന്താണെന്ന് പറയാം? പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ്. അടുത്തിരിക്കുന്നവരെ പരിശുദ്ധാത്മാവ്. നമ്മൾ യേശുവിനെ സ്വീകരിച്ചു, എല്ലാവരും ക്രിസ്ത്യാനികളാണ്. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നാം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വേറൊരു വാസ്തവം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ, പരിശുദ്ധാത്മാവിന്റെ കഴിവുകളെ, പരിശുദ്ധാത്മാവെന്ന തടസ്സം ഇല്ലാത്ത തടസ്സത്തെ തലയിൽ കയറ്റി ഒരു ക്രിയ ചെയ്ത് തടസ്സമെന്ന് ഉണ്ടാക്കി. അതാണ് വാസ്തവം. ഒരുപാട് ജനങ്ങൾ ചെയ്യുന്ന കാര്യം. എല്ലാത്തിനും ഒരു തടസ്സമാണ്. വളരെ തടസ്സം. അടുത്തിരിക്കുന്നവരെ എനിക്കൊരു തടസ്സവും നീ ഉറക്കം വിളിച്ചു പറഞ്ഞു. നിന്റെ വിശ്വാസം നീ ഉറക്കം വിളിച്ചു പറയുക. എന്താണ് നീ ആഗ്രഹിക്കുന്ന കാര്യം? എന്താണ് നിനക്ക് ജീവിതത്തിൽ നടക്കേണ്ട കാര്യം? അത് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന യേശുവിന്റെ വചനത്തിലൂടെ നീ അത് വിളിച്ചു പറയുമ്പോൾ എല്ലാ ചങ്ങലകളെയും പൊട്ടിക്കുന്ന, എല്ലാ ഇരും വഴികളെയും ഭേദിക്കുന്ന
എല്ലാവരും നോക്കുന്നത് എന്റെ വിടുതൽ മാത്രമാ, എന്റെ വിടുതൽ മാത്രമാ. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ കടന്നു ചെന്നാൽ നിന്റെ പ്രശ്നം ഒന്നുമല്ല. നിങ്ങൾ ലോകത്തിൽ വസിക്കുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് നിങ്ങളൊന്ന് കടന്നു ചെന്ന് അപ്പൊ അറിയാം നിങ്ങൾക്ക്, നിങ്ങൾ ഈ കാണിച്ചു കൊണ്ടുന്ന നിങ്ങളുടെ പ്രശ്നങ്ങള്, നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമല്ല എന്ന് നിങ്ങൾക്ക് നിങ്ങളെ കണ്ണിന്റെ മുമ്പിൽ കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ എത്ര ഭാഗ്യവാന്മാരാ, നിങ്ങൾ എത്ര ഭാഗ്യവാന്മാരാ, നമ്മളെത്ര ഭാഗ്യവാന്മാരാ. ഹല്ലേലൂയ. ഓരോ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾക്ക് നീ പ്രശ്നമുണ്ടാക്കാതെ ദൈവത്തെ എനിക്കൊന്നും ശരിയാവുന്നില്ല, അത് ശരിയാവുന്നില്ല, ഇത് ശരിയാവുന്നില്ല, പരീക്ഷ പാസ്സാകുന്നില്ല, അവിടെ പോയി കൊടുത്ത ഫീസ് നഷ്ടമായി പോയി, എല്ലാം നഷ്ടമായി പോയി, എന്റെ ബ്രദറെ, എന്റെ അച്ഛോ എന്തോ ചെയ്യും ഞാൻ. നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ യഥാർത്ഥത്തിലല്ല മീൻ പിടിക്കുന്നത്. കൈയിട്ട് മീൻ പിടിച്ചാൽ കിട്ടത്തില്ല, അതിന് ചൂണ്ടയിടണം അല്ലെങ്കിൽ വലയെറിയണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ കാര്യം നടക്കുകയുള്ളൂ. പത്രോസിനോട് യേശു പറഞ്ഞു, മോനെ നീ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീശിയിട്ടൊന്നും കിട്ടിയില്ലേ, എങ്കിലൊരു കാര്യം ഞാൻ പറയാം, നീ ആഴങ്ങളിലേക്ക് വലയെറിയ. അടുത്തിരിക്കുന്നവർ ആഴങ്ങളിലേക്ക് വലയെറിയ. നിന്റെ പ്രാർത്ഥന ശൈലി മാറ്റ, നിന്റെ ജീവിത ശൈലി മാറ്റ, നിന്റെ സ്വഭാവം മാറ്റ, എങ്കിൽ നിനക്ക് പുരോഗതി വരും. അതാ തീ അഭിഷേകമാണ്, തീ അഭിഷേകം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിന്റെ ആ പവിത്രത നീ കളയാതെ നീ മുന്നോട്ടെടുത്ത് വെച്ച കാല് അത് പിന്നോട്ടില്ല. എന്റെ ദൈവമാണ് എന്നെ നയിക്കുന്നത്, അവനെ വിജയം തരും എന്നുള്ള ബോധ്യത്തോടുകൂടി മുന്നോട്ട് പോകും. ഹല്ലേലൂയ. വിശ്വാസം കത്തിക്കരിഞ്ഞു പോവില്ല, അതാഴി കത്തി. നിന്റെ ഉള്ളിലുള്ള വിശ്വാസം അത് കനൽക്കട്ടയായി ചാരമായി മാറില്ല, അത് കാത്തി ആളി ആളി കാത്തി കാത്തി കത്തിപ്പടരും. ഹല്ലേലൂയ. അത് കെട്ടുപോകുന്ന തീയാകരുത്. ക്രിസ്തുവിനോടുള്ള സ്നേഹം, ക്രിസ്തുവിനുള്ള വാഞ്ച, ആ വിശ്വാസം ഇടങ്ങളിലേക്ക് ഉയരട്ടെ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. 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 വർദ്ധിക്കും. ഹല്ലേലൂയ. നീ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് വിടുതൽ വരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്റെ കുടുംബം, എന്റെ കുടുംബം ഉയരങ്ങളിലേക്ക് ഉയരുന്നു. ഒന്ന് പറഞ്ഞേ, എന്റെ കുടുംബത്തെ പിശാചിന് തൊടാനാവത്തില്ല. ഓർക്കെ പറഞ്ഞേ, എന്റെ കുടുംബത്തിനെ, എന്റെ കുഞ്ഞുങ്ങളെ ശാത്താനെ നിനക്ക് നോക്കാനാവത്തില്ല. കാരണം ഞാൻ ക്രിസ്തുവിൽ പിതാവായ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ആമേൻ. ഞാൻ ഇത്ര ഒച്ചുണ്ടാക്കിയിട്ട് എന്തെങ്കിലും നീ കിട്ടുന്നു. പുറത്തിറങ്ങുമ്പോൾ ഇതേ തീയിൽ പോകാൻ അവിടെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേ ഞാൻ കെടുത്താൻ നോക്കിയിട്ടുണ്ടെങ്കിൽ പറ്റത്തില്ല. എന്റെ യേശു എന്നെ ഉയർത്തും. ഹല്ലേലൂയ. നിങ്ങളെപ്പോലുള്ള ആയിരങ്ങളെ, പതിനായിരങ്ങളെ, ലക്ഷങ്ങളെ എന്റെ ക്രിസ്തു നാഥന് വേണ്ടി ശ്വാസമുള്ളിടത്തോളം കാലം ഞാൻ പ്രസംഗിക്കും ദൈവത്തിന്റെ കൃപ. അതാർക്കും പറയാൻ പറ്റത്തില്ല, അതാർക്കും പറയാൻ പറ്റത്തില്ല. എന്റെ മക്കളെ, നിങ്ങൾ ഇന്ന് ക്രിസ്തുവിനോട് നിങ്ങൾ അവരെന്ത് പറയും ഇവരെന്ത് പറയുന്നു എന്ന് ചിന്തിക്കണ്ട. നീ യേശുവിന് വേണ്ടി ഉയരങ്ങളിലേക്ക് നിന്റെ ഒന്ന് ഒച്ച സൗണ്ട് കൂട്ടിയാൽ അതേ യേശു ആയിരക്കണക്കിന് മാലാഖമാരുടെ മുമ്പിൽ വെച്ച് നിന്നെ മാനിക്കും. എന്റെ നാമത്തിൽ ഒരു നോട്ടീസ്, നീ എന്റെ നാമത്തിൽ ഒരു നോട്ടീസ് കൊടുക്കുന്നവരെ, നോട്ടീസ് പറഞ്ഞാൽ യേശുവിന്റെ വചനം പറയുന്ന ഒരു നോട്ടീസ് കൊടുക്കുന്നവരെ സ്വർഗത്തിൽ മാനിക്കും. ഹല്ലേലൂയ. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഇറ്റേണൽ ലൈഫ്, നിത്യ ജീവൻ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ക്രിസ്തുവിൽ വേണം. നമ്മൾ എനിക്ക് ഈ ഷിൻഡോയിലൂടെ സ്വർഗത്തിൽ പോകാൻ പറ്റിയല്ല. പറ്റുമോ? ജോസിന്റെ ലൂടെ സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്നിലൂടെയും പോകാൻ പറ്റത്തില്ല. നിങ്ങൾക്കും സ്വർഗത്തിൽ പോകണമെങ്കിൽ കർത്താവായ യേശുവിലൂടെ മാത്രമേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. സഭയിലൂടെ അല്ല നിങ്ങൾ സ്വർഗത്തിൽ കയറുന്നത്, ക്രിസ്തുവിലൂടെയാണ് സ്വർഗത്തിൽ കയറുന്നത്.
പിള്ളേര് ഈ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക. സഭയല്ല, സഭ ഇന്ന് വരും നാളെ പോകും. ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു 1 കൊരിന്ത്യർ 13-ാമത്തെ അധ്യായത്തിൽ പറയാണ്, ഇവിടെയുള്ള ധ്യാനങ്ങൾ നശിച്ചു പോകും, ഗിഫ്റ്റുകൾ പ്രവചനം നശിച്ചു പോകും, എല്ലാ അന്യഭാഷ നശിച്ചു പോകും, നീ ഒന്നെണ്ണത്തിന് നശിച്ചു പോകും. എന്നാൽ നശിക്കാത്തവൻ ഒരുവൻ മാത്രം, അവന്റെ പേരാണ് ഒന്ന് ഉറക്കെ പറഞ്ഞ യേശു ക്രിസ്തു. കർത്താവിന്റെ വചനം പറയുന്നു ഹെബ്രായ ലേഖനം 4-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം. പെട്ടെന്ന് വായിച്ചാൽ നിങ്ങൾ ന്യൂസ് പേപ്പർ ഇല്ല, അതോ പാപമില്ലാത്തവന് വേണ്ടിയാണോ കർത്താവ് വന്നത്? അപ്പം നിന്റെ പാപം നിന്റെ അനുഗ്രഹത്തിന് ഒരു തടസ്സമാണോ? ഇത്ര ഉള്ളു കേസ്. പറഞ്ഞു എന്ന് വെച്ചാൽ നീ പാപത്തിൽ ജീവിക്കണമെന്നല്ല, ഞാനിപ്പോ അതിന്റെ മരുന്ന് പറഞ്ഞു തരാം. ഓക്കെ, ഷിൻഡോയ്ക്ക് എന്നെ കണ്ണിന് കണ്ടിട്ട് എന്റെ മോനാണ് വിചാരിച്ചു, എന്റെ മോനാണ് വിചാരിച്ചു, അല്ലെങ്കിൽ മാന്യമാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ പുള്ളിക്ക് എന്നെ കാണത്തില്ല, എന്ത് ചെയ്താലും അവൻ എന്നെ കാണത്തില്ല. അപ്പം ഞാൻ ഒരു ദിവസം അവന് ഇഷ്ടപ്പെട്ട ഒരു സാധനം മേടിച്ചു കൊടുത്തു. ഓക്കെ, ഓക്കെ, 1 മണിക്കൂർ ചിരിച്ചു കാണിച്ചു. 2ാമത്തെ മണിക്കൂറിൽ സ്റ്റെപ്പാണ് അവൻ എനിക്ക് വേണ്ടി കരുതിയിരിക്കുന്ന ഉപകാരങ്ങളിൽ ഇങ്ങനെ കിടക്കുക. ആദ്യം ചെയ്തു എന്നോട് അവൻ ക്ഷമിച്ചു എന്ന് എനിക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടു. ഓക്കെ, അവനൊന്ന് മുഴുവനായിട്ട് വെച്ച് അത് മലയാളത്തിൽ എത്ര അത് ലളിതങ്ങൾ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ മനസ്സ്. നമ്മുടെ മനസ്സാണ് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത്, ഒരു തടസ്സമില്ല. ഹല്ലേലൂയ. എവിടെയെങ്കിലും ഇങ്ങനെ കൗൺസിലിങ്ങിന് പോയി കഴിഞ്ഞാൽ ഭയങ്കര തടസ്സം കാണുന്നു കേട്ടോ. അങ്ങനെ ഒരു ബ്രദറുടെ വന്നു, എല്ലാ ധ്യാനത്തിനും പോയി സപ്പോർട്ട് ചെയ്യും. എന്നോട് ക്ഷമിച്ച കർത്താവ് എന്തെങ്കിലും തടസ്സം എൻ്റെ മുമ്പിൽ കൊണ്ടുവരുമോ? എന്നോട് ക്ഷമിച്ച കർത്താവ് എനിക്ക് എല്ലാ ഉപകാരങ്ങളും തരില്ലേ? തരും. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്താവായ ഈശോ മിശിഹ എന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്നുള്ള അറിവാണ് നമുക്ക് വേണ്ടത്. ഹല്ലേലൂയ. പലരും പറയാറുണ്ട്, പഴയ നിയമത്തില് ദാവീദ് പറഞ്ഞു, ദൈവമേ, കേട്ടോണേ, ഡോക്ടേഴ്സൊക്കെ കേൾക്കേണ്ട ഒരു കാര്യം ഞാൻ പറയുന്നത്. പഴയ നിയമത്തില് ദാവീദ് പറഞ്ഞു, ദൈവമേ, എന്നിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ എടുത്തു കളയരുത്, എടുക്കരുത്. ഇന്ന് നമ്മളത് പ്രാർത്ഥിക്കേണ്ട കാര്യം. ഇന്ന് നമ്മളത് പ്രാർത്ഥിക്കേണ്ട കാര്യം. നമ്മൾ ഈ ഐ ലവ് യു ജീസസ്, ഐ ലവ് യു ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം, കർത്താവിന്റെ വചനം പാലിക്കുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നവൻ എന്ന് വചനം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അവൻ കർത്താവിന്റെ വചനമാണ് പാലിക്കുന്നത്. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കേണ്ട കാര്യമാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെ പരിശുദ്ധാത്മാവെ എന്നിൽ നിന്ന് എടുക്കരുത്, എന്നിൽ നിന്ന് എടുക്കരുത്, എടുത്തു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല, ഞാൻ പൊട്ടിപ്പോവും എന്ന് പറഞ്ഞ് കരയുന്നവർ എത്ര പേരുണ്ട് അല്ലേ? അങ്ങനെ പ്രാർത്ഥിക്കണം. ശരിയാണ്. ദാവീദ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ട്. എന്താണ് പ്രാർത്ഥിച്ചത്? ദാവീദ് പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും പറഞ്ഞു. നിത്യജീവൻ ലഭിച്ചവന്റെ ഉള്ളിൽ നിന്നും ഒരിക്കലും പരിശുദ്ധാത്മാവിനെ എടുത്തു മാറ്റത്തില്ല. ഈ ഒരു വാസ്തവവും സത്യവുമാണ് നിങ്ങൾക്ക് ഇപ്പൊ വിടുതൽ തന്നത്. പരിശുദ്ധാത്മാവിനെ ഫീൽ ചെയ്യും അല്ലെ? അഭിഷേകം ഫീൽ ചെയ്യും, ചില സമയത്ത് നമ്മൾ ഫീൽ ചെയ്യത്തില്ല. അപ്പൊ ഫീലിംഗ് ചെയ്തില്ലെങ്കിൽ നമ്മൾ കഴിയും, അയ്യോ കർത്താവിന്റെ അല്ലോ നമ്മുടെ കൂടെ ഇല്ലല്ലോ. ഒരിക്കലും അല്ല. ഫീലിംഗിലല്ല പരിശുദ്ധാത്മാവ് വരുന്നത്, നിന്റെ വിശ്വാസത്താണ്, നിന്റെ വിശ്വാസത്താണ്. അതുകൊണ്ടാണ് പറഞ്ഞത് കാണാതെ വിശ്വസിക്കുന്നവൻ. അപ്പൊ കാണാതെയാണ് നമ്മൾ യേശുവിനെ സ്വീകരിക്കുന്നത്, കാണാതെയാണ് നമ്മൾ കർത്താവിനെ വിശ്വസിക്കുന്നത്, കാണാതെയാണ് പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. ക്രിസ്തു വന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം പ്രകടമാകുന്ന സംഭവം, അതാണ്
ആൾക്കാർ താഴെ വീഴുന്നു, അഭിഷേകം ആൾക്കാർ ഷിവർ ചെയ്യുന്നു. അത് പവർ, അതായത് കർത്താവിന്റെ ശക്തി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ്, അത് അവിടെ പ്രവർത്തിക്കുമ്പോൾ. ഓക്കെ, ആ ശക്തി നിങ്ങളുടെ ശരീരത്തിലൂടെ പ്രവർത്തിക്കുന്നതിന്റെ ഒരു അടയാളമാണ് നിങ്ങൾ അനുഭവിക്കുന്ന ഈ അഭിഷേകം. ആ ഒരു അഭിഷേകമാണ്. ബട്ട് ഐ ഫീൽ ഇറ്റ്. ഞാൻ എൻ്റെ എത്രയോ വർഷങ്ങൾ പരിശുദ്ധാത്മാവുണ്ട്. ഐ ഫീൽ 24/7, 24 മണിക്കൂറും ഞാൻ ഈ അഭിഷേകം ഫീൽ ചെയ്യും. പക്ഷെ അതിൻ്റെ അളവൊരു വ്യത്യാസം. മനസ്സിലായി? അളവെന്ന് പറഞ്ഞാൽ ആ ഫീലിങ്ങിൻ്റെ ഒരു അളവ്. പക്ഷെ ഐ ഫീൽ ഇൻ മൈ ഹാർട്ട്. ഇതിങ്ങനെ ഞാൻ എൻ്റെ മാനസാന്തരം കഴിഞ്ഞ് ഞാൻ സുവിശേഷം എടുത്ത് മൈക്കെടുത്ത് തുടങ്ങിയപ്പോഴേ, സുവിശേഷം പറയാൻ തുടങ്ങിയപ്പോഴേ എൻ്റെ വൈഫ് ഉണ്ട്, എൻ്റെ എല്ലാ ശുശ്രൂഷയിലും വന്നിരിക്കും. അപ്പോൾ പുള്ളിക്കാരി പറയും, വീട്ടിൽ വന്നിട്ട് എന്നോട് പറയും, എനിക്ക് നാളെ ഇങ്ങനെ ഈ അഭിഷേകം പറഞ്ഞിട്ട് എനിക്കാണ് എന്തൊക്കെയോ തോന്നുന്നത്, എനിക്കൊരു നാണക്കേട്. നിങ്ങൾ എല്ലാവരും ഈ അഭിഷേകം ഫീൽ ചെയ്തു, അത് ഇത് ചെയ്യുന്നത്. കാരണം ഞാൻ എപ്പോഴും പറയും, കാരണം എൻ്റെ അനുഭവത്തെ എനിക്ക് പറയാൻ പറ്റുമല്ലോ. പുള്ളിക്കാരിങ്ങനെ എപ്പോഴും പറയുക. അപ്പം ഞാൻ ദൈവത്തോട് അപ്പോൾ ഒരു ചെറിയ ബ്രേക്കാണ് ഇപ്പോൾ. നിങ്ങൾക്ക് സുവിശേഷീകരണമാണ്. സുവിശേഷം മനുഷ്യരിലേക്ക് എത്തിയില്ലെങ്കിൽ, ജനങ്ങൾ സഭയിൽ വന്നില്ലെങ്കിൽ പിന്നെ കുർബാന നടത്താൻ പറ്റില്ല. സഭയിൽ ആളില്ലെങ്കിൽ കുർബാന നടത്താൻ പറ്റുമോ? ഇല്ല. അപ്പോൾ സഭയിലേക്ക് അല്ലെങ്കിൽ ക്രിസ്തുവിലേക്ക് നമ്മൾ ഓരോരുത്തരും സാക്ഷികളാവുകയാണ്. മറ്റുള്ളവരെ പെട്ടെന്ന് യേശുവിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ കത്തോലിക്ക സഭയിലെ ഈ മാമോദീസയൊക്കെ മുങ്ങി നമ്മൾ ഈ ക്രിസ്തീയ ഭവനത്തിൽ വിശ്വാസത്തിലേക്ക് പറഞ്ഞ കുറേ കടമ്പകളുണ്ട്, കുറേ കാര്യങ്ങൾ. എന്നാൽ പ്രൊട്ടസ്റ്റന്റ് സഭകൾ അങ്ങനെയൊന്നുമല്ല. അവരൊരു സുവിശേഷം പറഞ്ഞു, ആരൊക്കെയോ സ്നാനപ്പെടണമെന്ന് ചോദിച്ചു, ഉടനെ സ്നാനപ്പെടുത്തി, അവരുടനെ സ്നാനപ്പെട്ടു, അവരുടെ സഭയിച്ച. അങ്ങനെയാണ്. അതൊരു ഒരു വ്യവസ്ഥയോ അത് അങ്ങനെയില്ല. പക്ഷെ ഇവിടെയാണെങ്കിൽ നമുക്ക് കുറേ വ്യവസ്ഥകളുണ്ട്. അപ്പോൾ ഹൈന്ദവർക്കൊക്കെ ഇവിടെ വരണമെങ്കിൽ കുറേ പ്രയാസങ്ങളൊക്കെ. അതുകൊണ്ട് കുറേ പേരൊക്കെ പ്രൊട്ടസ്റ്റന്റിലേക്ക് പോകണം. ഇന്നിപ്പം ലോകത്തിലെ നാനാഭാഗത്തും യേശുക്രിസ്തുവിലേക്ക് ജനങ്ങൾ ഇങ്ങനെ കൂട്ടമായിട്ട് വന്നുകൊണ്ടിരിക്കുക. കൂട്ടം കൂടെ പഞ്ചാബിലേക്ക് തന്നെ പോയി കഴിഞ്ഞാൽ അറിയാം, അവിടെ ഒരു 1.6% ഉണ്ടായിരുന്നു. 25 വർഷത്തിനുള്ളിൽ 1.6% ക്രിസ്ത്യൻസേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത് 18% ക്രിസ്ത്യൻസ്. മറ്റൊരു വ്യക്തിയായി മാറുകയാണ്. നിങ്ങൾ ആരായിരിക്കണം? നിങ്ങൾ ക്രിസ്തുവിൽ എന്ത് ചെയ്യണം? ക്രിസ്തുവിന് വേണ്ടി നമ്മൾ എന്താണ് ആഗ്രഹിക്കേണ്ടത്? ക്രിസ്തുവിന് വേണ്ടി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും? ഹല്ലേലൂയ. നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ചോദിക്കുകയാണ്, യേശുവിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യും? എനിക്ക് സുവിശേഷം പറയാം. ഹല്ലേലൂയ. അയ്യോ, നാണമാണ്. കാരണമുണ്ട്, മറ്റൊന്നുമല്ല. ക്രിസ്തുവിന്റെ അപാരമായ സ്നേഹം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ക്രിസ്തുവിനെ കൈവിട്ട് നമ്മൾ പോകത്തില്ല. യേശുവിന്റെ സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ ദാഹിച്ച്, കർത്താവേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു 10 പ്രാവശ്യം ഹൃദയത്തിന്റെ അന്തരങ്ങൾ പറയുമ്പോഴേക്കും ദൈവസ്നേഹം നിന്നെ പിടിച്ചടക്കിയിരിക്കും, ദൈവസ്നേഹം നിന്നെ കീഴടക്കിയിരിക്കും. പിന്നെ നിനക്ക് ആ ദൈവസ്നേഹത്തിൽ മായി പോകാനാവത്തില്ല. You are immersed in the love of God. ദൈവസ്നേഹത്തിൽ നീ മുങ്ങിപ്പോകും. സന്തോഷമുണ്ടോ ദൈവസ്നേഹത്തിൽ മുങ്ങിപ്പോകാൻ? ഓക്കെ, എന്റെ കണ്ണ് കണ്ടില്ലെങ്കിലും ഞാൻ ദൈവത്തെ സ്തുതിക്കും, കണ്ണ് കണ്ടാലും ദൈവത്തെ സ്തുതിക്കും, എന്റെ കയ്യിലെ രോഗം മാറിയാലും മാറിയില്ലെങ്കിലും ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ. എന്റെ പോക്കറ്റിലും ബാങ്ക് അക്കൗണ്ടിലും പണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ദൈവത്തെ ആരാധിക്കും. ആ ഒരു മനോഭാവമാണ് ദൈവത്തിന് വേണ്ടത്. അല്ല, കാര്യം കണ്ടു കഴിഞ്ഞ് ഗുഡ് ബൈ പറയുന്ന മനുഷ്യരെ അല്ല കർത്താവിന് വേണ്ടത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എനിക്കറിയാം, ഞാൻ സുവിശേഷം ഇത്രയോ വർഷങ്ങളായി, 10-20 വർഷമായി സുവിശേഷം യേശുവിനെ പോലെ, പൗലോസിനെ പോലെ, പത്രോസിനെ പോലെ, യോഹന്നാനെ പോലെ, ഒരു യാക്കോബിനെ പോലെ, ഹല്ലേലൂയ, ക്രിസ്തുവിനെ മകൾ മേരിയെ പോലെ യേശുവിന്റെ നാമത്തിൽ കർത്താവിന് വേണ്ടി മരിക്കാനും തയ്യാറുള്ളവരെ മാത്രം മതി കർത്താവിന്. ഹല്ലേലൂയ. അത് തയ്യാറുള്ള ആ തീഷ്ണതയാണ് വേണ്ടത്. ആ തീഷ്ണത എത്ര പേർക്ക് ആവശ്യമുണ്ട്?
നിങ്ങൾക്ക് ആവശ്യമുള്ള എനിക്ക് അത്യാവശ്യം കർത്താവേ, യേശുവിന് വേണ്ടി മരിച്ചാലും ജീവിച്ചാലും ക്രിസ്തുവിന് വേണ്ടി, മരിച്ചാലും ജീവിച്ചാലും ക്രിസ്തുവിന് വേണ്ടി. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഹൃദയമാണ് ദൈവത്തിന് വേണ്ടത്. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞു, ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുകയാണെങ്കിലും, ഞാൻ സ്വർഗത്തിലേക്ക് പോവുകയാണെങ്കിലും, ജീവിച്ചിരുന്നാൽ നിങ്ങൾക്ക് ഗുണം, എന്നാൽ ഞാൻ സ്വർഗത്തിൽ പോയാൽ എനിക്ക് ഗുണം എന്ന് പറഞ്ഞ പൗലോസിന്റെ അനുഗാമികളാണ് നമ്മൾ. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശുദ്ധന്മാർക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന അവരുടെ തിരുനാൾ ആഘോഷിക്കുകയല്ല, ക്രിസ്തുവിന് വേണ്ടി 10 പേരെ നേടാൻ നോക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതാണ് ക്രിസ്തുവിന് വേണ്ടത്, അതാണ് യേശുവിന് വേണ്ടത്, അതാണ് ദൈവത്തിന് വേണ്ടത്, പരിശുദ്ധാത്മാവിന് വേണ്ടത്. നിങ്ങൾ തയ്യാറാണ്? യെസ്. എനിക്കതിനുള്ള കഴിവില്ല കർത്താവേ, ഞാനൊരു വിക്കനാണ്, ഞാനൊരു രോഗിയാണ്, എനിക്ക് പണമില്ല പോകാൻ. അങ്ങനെയല്ല പറയേണ്ടത്. കർത്താവ്, നീ എനിക്ക് പണം തന്നാലും ഇല്ലെങ്കിലും, ഞാൻ രോഗിയാണെങ്കിലും ഇല്ലെങ്കിലും, ഞാൻ നിന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറയും. ഹല്ലേലൂയ. തീക്ഷ്ണത നിങ്ങൾക്ക് എത്ര പേർക്ക് വേണം എന്ന് പറഞ്ഞേ? എത്ര പേർക്ക് വേണം? ഹൃദയം തുറന്നു, എനിക്ക് അത്യുഷ്ണത വേണം, എനിക്ക് ക്രിസ്തുവിന് വേണ്ടി അയച്ചിട്ടുണ്ടെങ്കിൽ യേശുവിന് വേണ്ടി, ഞാൻ ഇന്ന് മരിച്ചാലും ക്രിസ്തുവിന് വേണ്ടി, എന്നെ തടയാൻ ആർക്കും ആകില്ല. യേശുവാണ് എന്റെ രക്ഷകൻ, യേശുവിന് വേണ്ടി മുന്നേറും. ഹല്ലേലൂയ. കാരണം എന്താണെന്ന് അറിയാമോ? നിന്നെ നീ ആക്കിയത് ദൈവം തമ്പുരാനാണ്. നിന്നെ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കിയത് ദൈവം തമ്പുരാനാണ്, പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. നിന്റെ മൂക്ക്, നിന്റെ കണ്ണ്, നിന്റെ വായ, നിന്റെ ചെവിട്, നിന്റെ കവിളുകള്, നിന്റെ തലയ, കഴുത്ത്, നിന്റെ ഉടല്, അവയവങ്ങള് മുഴുവനും മെനഞ്ഞെടുത്തവൻ, അവന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. ജീവിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അല്ലാതെ നമ്മുടെ സുഖങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിന്നാൽ ഒരിക്കൽ കർത്താവ് പറയും, മകനെ നിന്നെ എനിക്ക് അറിഞ്ഞില്ല. അതാണോ വേണ്ടത്? നമ്മുടെ സുഖങ്ങൾ നോക്കി, നമ്മുടെ പ്ലഷർ നോക്കി, നമ്മുടെ സമ്പത്ത് നോക്കി, നമ്മുടെ സൗഖ്യം നോക്കി ദൈവത്തിന്റെ മുഖത്തേക്കല്ല നോക്കേണ്ടത്. എന്റെ കർത്താവിന് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറുള്ളവന് ദൈവം തമ്പുരാൻ 1000 കോടി മാലാഖമാരുടെ മുൻപിൽ വെച്ച്, പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ പേരുകൾ ഉറക്കെ വിളിച്ചു പറയുക. ഹല്ലേലൂയ. അതാണ് നമുക്ക് ആവശ്യം, അതാണ് നമുക്ക് ആവശ്യം. നീ എന്റെ രോഗം മാറ്റണം, എന്റെ രോഗം മാറ്റണം, എന്റെ രോഗം മാറ്റുന്നതിന് പകരം ആരാധിക്കുന്നു, ഞാൻ നിന്നെ സ്തുതിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു നോക്കി, നിന്റെ രോഗം പമ്പണം. നിന്റെ രോഗം സകല സ്ഥലം, നിന്റെ ശരീരത്തിന് രോഗം ഉണ്ടാവില്ല. ഹല്ലേലൂയ. 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 ഈ കഴിഞ്ഞ ആഴ്ച എനിക്ക് ഈ ഷോൾഡർ ഭയങ്കര പെട്ടെന്നൊരു വേദന. ആ വേദന ഇങ്ങനെ കുറച്ചു നേരം റെഡ്യൂസ് ചെയ്തു, ശരിയൊക്കെ കുഴമ്പ് തേച്ചു, പക്ഷെ വലിയ വ്യത്യാസമൊന്നും ഒരു വലിയ മാറ്റങ്ങളൊന്നും എനിക്ക് സംഭവിച്ചിട്ടില്ല. അതിനുശേഷം ഇങ്ങനെ പ്രാർത്ഥിച്ചു, വൈകുന്നേരമായി, ഞാൻ വേദനയെക്കുറിച്ച് അങ്ങ് മറന്നുപോയി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ കൈക്ക് ഒരു പ്രശ്നമില്ല. നമ്മള് ഒരു ദിവസം താമസിച്ചാലും 2 ദിവസം താമസിച്ചാലും നിവൃത്തി കഴിഞ്ഞ് നമ്മൾ പറയുക, എന്റെ ദൈവമേ വേദനയാണെന്ന് പറയുന്ന ആ സംസാരം മാറ്റിയിട്ട് എന്റെ യേശുവിന്റെ വേദന എടുത്തു മാറ്റി എന്നെ സ്വതന്ത്രനാക്കി. എന്റെ കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് അവന്റെ ശരീരത്തിൽ ഇതേ വേദന അവൻ അനുഭവിച്ചതാണ് എനിക്ക് വേണ്ടി. കാരണം ഞാൻ വേദന അനുഭവിക്കാതിരിക്കാൻ വേണ്ടി. നിങ്ങളുടെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞു, കർത്താവേ എനിക്കൊരു മാനക്കേട് വരുന്നുണ്ട്. ആ മാനക്കേട് എങ്ങനെയാണ്? കുരിശിന്മേൽ നീ എന്റെ മാനക്കേട് ഏറ്റെടുത്തു, നീ എന്റെ അപമാനം ഏറ്റെടുത്തു, നീ എന്റെ ഷെയിം ഏറ്റെടുത്തു, എന്നെ സ്വതന്ത്രമാക്കി. എനിക്ക് ഷെയിമില്ല, അപമാനമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്നെ ആരെങ്കിലും മാനം കെടുത്തിട്ടുണ്ടെങ്കിൽ, നീ 2 കെട്ടിയതാണോ 3 കെട്ടിയതാണോ 4 കെട്ടിയതാണോ, നിന്നെ അപമാനിക്കുന്നുണ്ടെങ്കിൽ യേശുവിനോട് പറ, എന്റെ യേശുവേ 2000 വർഷം മുമ്പ് മറുപടിയില്ലാതെ ഈ കുരിശിൽ മേല് നിന്നെ തറച്ചിട്ട് എനിക്ക് വേണ്ടി അപമാനം സ്വീകരിച്ച ക്രിസ്തുവിന്റെ മകനാണ്. ഹല്ലേലൂയ. എന്റെ അപമാനം ഇനി എനിക്ക് അപമാനപ്പെടുന്ന കാര്യമില്ല. കർത്താവായ യേശു ക്രിസ്തു അപമാനിക്കപ്പെട്ടു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ ആരെങ്കിലും വസ്ത്രമില്ലാതിരിക്കുന്നുണ്ടോ? കാരണം എന്താ? നിന്റെ വസ്ത്രത്തിന് പകരം അവൻ ഊരിയവന്റെ ശരീരത്തിൽ, അതുകൊണ്ട് നിന്നെ വസ്ത്രം ധരിപ്പിച്ചു. അതാണ് ക്രിസ്തു.
ആ സ്നേഹം ആലോചിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ മക്കൾക്ക് വേണ്ടി പ്രയാസപ്പെടുന്നുണ്ടോ? എന്റെ മകനെ, നീ എന്റേതല്ല, എന്റെ ക്രിസ്തുവിന്റെ മകനാണ്. അതുകൊണ്ട് ഞാൻ ഇതിനു വേണ്ടിയുള്ള ഭാരം എന്റെ യേശു 2000 വർഷം മുമ്പ് ആ ഭാരം ഏറ്റെടുത്തതുകൊണ്ട് മക്കൾക്ക് വേണ്ടി എനിക്ക് ഭാരപ്പെടുന്ന കാര്യമില്ല. ഞാൻ സ്വതന്ത്രനായി. മാതാപിതാക്കൾ പറയുന്നത് കേൾക്കുന്നില്ല. അതുകൊണ്ട് മാതാപിതാക്കൾ സങ്കടം സഹിക്കവയ്യാതെ അവർ പൊട്ടിക്കറിഞ്ഞ് ധ്യാന സെന്ററിൽ വരുന്നു. എന്താണ് അവർക്കൊരു മാറ്റമില്ലാത്തത്? കാരണം അവർ മക്കളെ നോക്കുന്നു. അതിന് പകരം അവർ ക്രിസ്തുവിനെ നോക്കട്ടെ. ഹല്ലേലൂയ. 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 നീ ക്രിസ്തുവിനെ നോക്കിയാൽ നിന്നെ നോക്കുന്ന മകൻ ക്രിസ്തുവിനെ നോക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ ദൈവത്തിലേക്ക് മുഖം തിരിച്ചാൽ ദൈവം നിന്റെ മകനിലേക്ക് മുഖം തിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ ദൈവത്തിലേക്ക് മുഖം തിരിച്ചാൽ നിന്റെ കുറവിലേക്ക് ദൈവം നോക്കും. നിനക്ക് കുറവുണ്ടാവില്ല. ഹല്ലേലൂയ. എത്ര പിള്ളേരുണ്ട്? 3 പിള്ളേര്. അവരെന്തെടുക്കും?